ഒരു വീടിനായുള്ള അപേക്ഷകൾ സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുമ്പോൾ നിർമ്മിച്ച വീടുകൾ ഉപയോഗിക്കാൻ കഴിയാതെ നശിക്കുന്ന കാഴ്ചയാണ് കൊല്ലം ജില്ലയിലെ മയ്യനാട് പഞ്ചായത്തിലുള്ളത്. സുനാമി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടുകളാണ് ഇത്തരത്തിൽ നശിക്കുന്നത്. നിലവിൽ ഇവിടെയുള്ള കുടുംബങ്ങൾ തകരുന്ന മേൽക്കൂരകൾക്ക് താഴെ ഭീതിയോടെയാണ് കഴിയുന്നത്. തീരദേശ മേഖലകളിൽ ഉൾപ്പെടെ കഴിഞ്ഞു വന്നിരുന്നവരെ പുനരധിവസിപ്പിക്കാനായാണ് ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. പക്ഷേ നടപ്പിലായത് ഇങ്ങനെയൊക്കെയാണെന്ന് മാത്രം. മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡായ മയ്യനാട് സൗത്തിൽ കോടികൾ മുടക്കിയെന്ന് അവകാശപ്പെടുന്ന ഒരു പുനരധിവാസ മേഖലയിലെ ദയനീയ കാഴ്ചകളാണിത്. കെട്ടിടത്തിനുള്ളിലെ കോൺക്രീറ്റ് പാളികൾ പല വീടുകളിലും ഇളകി വീണ് അപകടാവസ്ഥയിലാണ്. മഴക്കാലമായാൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂരകൾ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴുമെന്ന പേടിയോടെയാണ് ഇവിടെ പലരും കഴിയുന്നത്. പൊട്ടിവീണ മേൽക്കൂരകൾ മൂലം പരിക്കേറ്റവരുമുണ്ട്. പക്ഷേ ഇതിനൊക്കെ പരിഹാരമായി ആരെ കാണണമെന്നോ ആരോട് പറയണമെന്നോ ഇവിടെ ജീവിക്കുന്നവർക്കറിയില്ല. വോട്ട് ചോദിച്ചെത്തുന്ന രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യങ്ങൾ പറയുമ്പോൾ കൈപിടിച്ച് ഉറപ്പു നൽകും, ചിരിച്ചുകൊണ്ട് പരിഹരിക്കാമെന്ന് പറയും. പക്ഷേ അതൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ജില്ലാ കളക്ടറെ ഉൾപ്പെടെ കണ്ട് പലതവണ പരാതികൾ നൽകി. എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. വാർഡ് മെമ്പർ ഷീലജയോട് ഇവിടെ കഴിയുന്നവർ അവരുടെ ദുരവസ്ഥ പറഞ്ഞപ്പോൾ മെമ്പറുടെ മറുപടി ഇതായിരുന്നു: ചേച്ചി, ഞങ്ങളുടെ ഈ റൂമൊക്കെ ഇടിഞ്ഞൊക്കെ വീഴുന്നല്ലേ ചേച്ചി, വീട് മൊത്തം ചോരുന്നു. അതേപോലെ അടുക്കളയുടെ ഫ്രണ്ട് മൊത്തം ഇടിഞ്ഞ് വീഴുകയാണ്. ഞങ്ങൾ എത്രയും നേരം രാത്രിയും പകൽ കിടന്ന് ഉറങ്ങുന്ന ഒരു പേടിയാണ് കിടക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ ഇത് അധികാരികളെ അറിയിപ്പിക്കാനേ പറ്റത്തുള്ളൂ. ഇതിന്റെ ബാലൻസ് 2 കോടി രൂപ നമുക്കിത് ചെയ്യണം. അതിന് ഏതെങ്കിലും ഒരു കമ്പനിക്കാരെ ഏൽപ്പിച്ചെങ്കിലേ പറ്റും. നിങ്ങളെ പൈസ തരത്തില്ല. പൈസ തരാൻ അത് അവർ തന്നെ വന്ന് ചെയ്യും. ഞങ്ങൾക്ക് അത് മതി. ഞങ്ങൾക്ക് കാശ് കൈ തരണ്ട. ഞങ്ങളുടെ വീടൊക്കെ ഒന്ന് ശരിയാക്കി തന്നാൽ മാത്രം മതി. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളാണ് ഇതെല്ലാം ചെയ്ത് വെക്കുന്നത്. എന്തെങ്കിലും ചെയ്യാൻ പറയാം. ഇപ്പൊ കാര്യം എന്ന് വെച്ചാൽ വോട്ടിന്റെ കാര്യം വരില്ല. അതുകൊണ്ട് അവരിനിയിപ്പോൾ അതിന് വേണ്ടി എന്തെങ്കിലും കയറി ഇങ്ങൊക്കെ വരും. കാര്യം നിങ്ങൾക്ക് അത് ചെയ്തു തരാം, ഇത് സമയമാകുമ്പോൾ വോട്ട് ഇട്ട് കഴിഞ്ഞ് തീരുമ്പോൾ അവർ കൈ ഒഴിയും. പ്രദേശത്തെ മറ്റ് ജനവാസ മേഖലകൾക്ക് സമീപത്തേക്കാണ് ഇവിടെ നിന്നുള്ള മലിനജലം ഒഴുക്കിവിടുന്നത്. അതാകട്ടെ പൊട്ടിയൊലിച്ച് പ്രദേശമാകെ വ്യാപിച്ചതുമൂലം ദുർഗന്ധവും രോഗഭീതിയും ഉയർത്തുന്നു. പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗം പ്രവർത്തകരുടെ കണക്കുകളിൽ സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും ഈ പ്രദേശങ്ങളിൽ നിരവധി റിപ്പോർട്ട് ചെയ്യുന്നതായി പറയുമ്പോഴാണ് അതിലേക്കു നയിക്കുന്ന ഈ ദുരവസ്ഥയെ പഞ്ചായത്ത് കണ്ടില്ല എന്ന് നടിക്കുന്നത്. ഇവിടെ ചിലവാക്കിയത് 3.25 കോടിയോളം രൂപ, നിർമ്മിച്ചത് 80 വീടുകൾ, താമസമുള്ളത് 15 വീടുകളിൽ മാത്രം. വീടുകളില്ലാത്തവരുടെ നിരവധി അപേക്ഷകൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ മുന്നിലുള്ളപ്പോൾ ഇവിടെ വെറുതെ കിടന്ന് നശിക്കുന്നത് 65 വീടുകളാണ്. ഇതിൽ ഉത്തരം പറയേണ്ടത് ആരാണ്? ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേട് മൂലം ഇത്തരം അനാസ്ഥകൾ ഈ ജില്ലയിൽ വ്യാപകമായി തുടരുന്നു. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. വീട് അനുവദിച്ചതായുള്ള അറിയിപ്പ് കിട്ടി പലരും ഇവിടെ വന്ന് നോക്കി പോകാറുണ്ട്. പക്ഷേ അവരൊന്നും പിന്നീട് മടങ്ങിയെത്താറില്ല. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തി ഇപ്പോഴും ദുരിത ജീവിതത്തിൽ കഴിയുന്നത് വിരലിലെണ്ണാവുന്ന കുടുംബങ്ങൾ മാത്രമാണ്. അവർക്ക് പറയാനുള്ളത് ഇതാണ്: മഴ പെയ്യുമ്പം ഈർപ്പം അടിക്കുക, ചോർച്ച ഇല്ല. പിന്നെ അകത്ത് തോലത് കണ്ട ആ ഭിത്തി വെള്ളം അകത്തോട്ട് പിടിച്ച് ഇരിക്കുകയാണ്. പിന്നെ ഈ കുടുക്കം കണ്ടു 2-3 ദിവസം വെള്ളം ഇല്ലാതിരിക്കും. അതുങ്ങടുക്ക വിളിച്ച് പറയുമ്പോൾ അവർ വെള്ളം വിട്ടു തരുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയാണ്. കലക്ടർ വരികയോ ഇവിടുത്തെ മെമ്പർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. രാത്രി മോൻ ഇവിടെ കിടക്കുകയായിരുന്നു, റൂമിൽ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ മോളിൽ നിന്ന് 3 സൈഡിൽ നിന്ന് പെട്ടെന്ന് തറ ഇവിടുന്ന് ഇടിഞ്ഞ് അങ്ങനെ വീഴുകയായിരുന്നു. ഇച്ചിരി ഇതായിരുന്നെങ്കിൽ മോൻ്റെ തല പൊട്ടിയായിരുന്നെങ്കിൽ അതേ തന്നെ അടുക്കളയിലും. അപ്പം ഞങ്ങൾ ഈ പരാതി ആരുടെ പറയേണ്ടതെന്ന് നമുക്കൊന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയിലേക്കാണ്. വീട് ഫുള്ളും ചോരയാണ്, മൊത്തം ചോരുന്നു. വീടൊക്കെ ഇടിഞ്ഞ് വീഴുന്നു. നമുക്കൊരു വേസ്റ്റ് കളയാനുള്ളൊരു സ്ഥലമില്ല, ഒന്നുമില്ല. മഴ പെയ്താലും വെള്ളം കയറിയിട്ടാലും ഇതുമൊക്കെ തന്നെ ജനാല് വഴിയാലും വെള്ളം കയറി വരും വീട്ടിനകത്ത്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും പിന്നെ മേളൊന്ന് പൊടിഞ്ഞ് വീഴുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവം കാരണമാണ് ആൾക്കാർ പോകുന്നത്. വന്ന് കാണുമ്പോൾ വന്ന് നോക്കിക്കൊണ്ട് കയറി നോക്കിക്കൊണ്ട് അയ്യോ വേണ്ടെന്നും വേണ്ടങ്ങ് പോകും. ഇവിടെ നടക്കുന്ന സംഭവം അതാണ്. എല്ലാ ഫ്ലാറ്റുകളും അതുപോലെ തന്നെ എല്ലായിടവും ഇടിഞ്ഞും പൊളിഞ്ഞൊക്കെ കിടപ്പുണ്ട്. മൊത്തം ഫ്ലാറ്റുകൾ ഇടിഞ്ഞും പൊളിഞ്ഞും അത് ഇതുമൊക്കെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കും.